ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷ റാണി ബറുവ സെമിയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭയിൽ രാവിലെ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ ഓം ബിർല കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിപക്ഷ അംഗങ്ങൾ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ബഹളം വയ്ക്കുകയായിരുന്നു. അംഗങ്ങൾ ചോദ്യോത്തരവേളയുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് അരങ്ങേറിയത്. തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. പൂർണ്ണമായി വീട് തകർന്നവർക്ക് 6 ലക്ഷം രൂപയും വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും വീതം നൽകുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഴക്കെടുതികളിൽ ആകെ മരണം 26ആയി. 67.44 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക കണക്ക്. 1882 ഹെക്ടർ കൃഷി നശിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ സംസ്കാരം സംസ്ഥാന ബഹുമതിയോടെ നടത്താനും വീടുപണി പൂർത്തീകരിച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഇതിനായി നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഫലപ്രദമായ നയം രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഇൻഫ്ലോ, അതിന്റെ ഔട്ട്ഫ്ലോ, കാച്ച്മെന്റ് ഏരിയയിലെ മഴയുടെ അളവ്, ആ മഴ പെയ്യാനുള്ള സാധ്യത, താഴെയുള്ള റിവർ വാലിയിലെ വെള്ളത്തിന്റെ നില, അവിടെ മഴ പെയ്യാനുള്ള സാധ്യത, ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഡാം മാനേജ്മെന്റ്. അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. ഏറ്റവും ശാസ്ത്രീയമായും ഫലപ്രദമായിട്ടുള്ള ഒരു സംവിധാനം, നമ്മുടെ ഒരു സ്വപ്നം, ആഗ്രഹം, അത് ഇന്ത്യക്ക് തന്നെ മോഡലായിട്ടുള്ള ഒരു റെസിലിയൻസ് സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം എന്നാണ്. കനത്ത മഴയിൽ കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ആർ രാജേഷിന്റെ ഭൌതികദേഹം തിരുവനന്തപുരം നേമം കല്ലിയൂരിലെ വസതിയിൽ എത്തിച്ചു. പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി ആവിഷ്കരിച്ചത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര സംബന്ധിച്ച് ഉയർന്ന വിവാദ പരാമർശത്തിൽ മന്ത്രി CP ജോൺ ഖേദം പ്രകടിപ്പിച്ചു. സൌജന്യ യാത്ര സ്ത്രീകളുടെ അവകാശമാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCയുടെ ഡിജിറ്റൽ യാത്രാ സേവനങ്ങളുടെ ഭാഗമായി വാട്സാപ്പ് ടിക്കറ്റിംഗ് സംവിധാനം നാളെ നിലവിൽ വരും. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്യും. KSRTCയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കസ്റ്റമർ കെയർ ടോൾ ഫ്രീ സേവനം 149ന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% നിലനിർത്താൻ തീരുമാനിച്ചതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇന്നുകൂടി അവസരം. sec.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 19 പ്രസിദ്ധീകരിക്കും. സെൻസസ് 2027ന്റെ 1ാം ഘട്ടത്തിൽ വീടുകളുടെ കണക്കെടുപ്പ് വിജയകരമായി പൂർത്തിയാക്കി കേരളം.
ജൂലൈ 1 മുതൽ 30 വരെയായിരുന്നു ഒന്നാം ഘട്ടം. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സ്വയം സമർപ്പിക്കാനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാക്കിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. 4 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുകയാണ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത തുടരുന്ന ആലപ്പുഴയിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നു. കനത്ത മഴയിലും വെള്ളക്കെട്ടിലും കുട്ടനാട് പൂർണ്ണമായി മുങ്ങിയ അവസ്ഥയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിലൂടെ കിഴക്കൻ വെള്ളത്തിന്റെ ശക്തമായ വരവുണ്ടായതോടെ കുട്ടനാട് പൂർണ്ണമായും മുങ്ങിയ സ്ഥിതിയിലാണ്. ആയിരക്കണക്കിന് വീടുകളാണ് വെള്ളത്തിൽ കിടക്കുന്നത്. ചങ്ങനാശ്ശേരി, കോട്ടയം, ആലപ്പുഴ ഡിപ്പോകളിൽ നിന്ന് KSRTC കുട്ടനാട്ടിലേക്ക് നടത്തിയിരുന്ന ബസ് സർവീസുകളും നിർത്തി. ചെങ്ങന്നൂരിലെ തിരുവൻവണ്ടൂർ, പാണ്ടനാട് എന്നീ ഗ്രാമങ്ങളും വെള്ളത്താൽ ഒറ്റപ്പെട്ട നിലയിലാണ്. ഇപ്പോൾ ജില്ലയിൽ 53 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ആശ്വാസത്തിന്റെ പകൽ. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും മഴവെള്ളം ഇറങ്ങിത്തുടങ്ങി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല, അപ്പർ കുട്ടനാടൻ ഭാഗങ്ങളിൽ നിന്നും മഴ ദുർബലമായതും വെള്ളമിറങ്ങുന്നതും കാരണം ഇന്ന് ജില്ല ആശ്വാസത്തിന്റെ പകലിലാണ്. ആറന്മുളയിൽ നിന്നും ഏറെക്കുറെ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടുണ്ട്. ജില്ലയിലാകെ 103 ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവല്ല മതിൽ ഭാഗത്ത് ഇന്നലെ ബംഗാൾ സ്വദേശി രാജാമണ്ഡൽ വെള്ളം കയറിയ വീട്ടിൽ നിന്നും ഇലക്ട്രോണിക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ച സംഭവവും ഉണ്ടായി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ആധാർ കാർഡുള്ള വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച് പ്രചരിക്കുന്ന വീഡിയോ വാസ്തവ വിരുദ്ധമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കൊറിയ മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷ റാണി ബറുവ സെമിയിൽ കടന്നു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനലിൽ ദക്ഷിണ കൊറിയൻ താരത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യൻ പ്രതീക്ഷയുമായി തൻവി ശർമ്മയും കിഡംബി ശ്രീകാന്തും ഇന്നിറങ്ങും. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി കണ്ണൂർ ഇരിട്ടിയിൽ ആരംഭിച്ചു. ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. VBG റാംജി നിയമം, ഭാരതീയ ന്യായ സംഹിത, നശമുക്ത് ഭാരത് അഭിയാൻ, ഹർ ഘർ തിരങ്ക എന്നിവയെക്കുറിച്ചുള്ള അവബോധം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായ തുക അനുവദിച്ചു. 24 ലക്ഷം രൂപയാണ് വിതരണം ചെയ്യുന്നത്. ആശ്വാസകരമായ വാർത്തയാണിതെന്ന് പുലികളി സംഘങ്ങൾ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരങ്ക പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGov പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 141 പോയിന്റ് ഉയർന്ന് 78,570-ലും നിഫ്റ്റി 45 പോയിന്റ് നഷ്ടത്തിൽ 24,570-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില പവന് 1,280 രൂപ വർദ്ധിച്ച് 1,06,880 രൂപയായി. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മഴക്കെടുതികളിൽ മരണസംഖ്യ 26ആയി. 67.44 കോടി രൂപയുടെ നഷ്ടം. 1882 ഹെക്ടർ കൃഷിനാശം. അണക്കെട്ടുകളുടെ പ്രവർത്തനത്തിന് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തിയുള്ള ഡാം മാനേജ്മെന്റ് സംവിധാനം സ്ഥാപിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ ദ്വൈമാസ ധന നയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരം ഇഷ റാണി ബറുവ സെമിയിൽ.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.